എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് ADHD യെ പറ്റി സംസാരിക്കാനായിട്ടാണ്. നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ ADHD. പക്ഷേ ആർക്കും അതിനെപ്പറ്റി വലിയൊരു അറിവില്ല. അപ്പോൾ ഞാൻ ഓർത്തു എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാമെന്നോർത്ത്. അപ്പോൾ ADHD എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇത് ADHD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ്. ഇതൊരു രോഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു രോഗമല്ല, ഇതൊരു അവസ്ഥയാണ്. ഇപ്പം ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ, പിന്നെ നമ്മുടെ കുട്ടികളുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന രാസപ്രവർത്തനങ്ങളുടെ ഒരു അസന്തുലിതാവസ്ഥ, ഒരു ഇംബാലൻസ്, അങ്ങനെയാണ് ADHD ഉണ്ടാവുന്നത്. ഇത് കൂടുതലായിട്ടും കുട്ടികളിലാണ് കണ്ടുവരുന്നത്. എന്നിരുന്നാൽ തന്നെ മുതിർന്നവരിലും ഇത് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഇത് കുട്ടികൾ എപ്പോഴും ഇങ്ങനെ അധികമായിട്ട് സംസാരിക്കും, അവർക്ക് ശ്രദ്ധയില്ലായ്മ, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുകയില്ല, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉള്ള എടുത്തുചാട്ടം, ഇതാണ് ADHD എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരാനുള്ള കാരണം എന്താണ്? നമ്മൾക്ക് എന്താ പറയുന്നത്, ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയത്തില്ലേ, ഇത് അറിയത്തില്ല, ഇതിൻ്റെ കോസ് അൺനോൺ ആണെന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ ഈ ADHDയുടെയും കോസ് അൺനോൺ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ, ക്രോമസോമൽ ഡിസോർഡറും ക്രോമസോമൽ ചേഞ്ച്, ജനറ്റിക് മ്യൂട്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പം അതുപോലെ ജനിതകപരമായിട്ടുള്ള ഒരു കാര്യം ഇതിലുണ്ടാകുന്നതാണ് ഇത്. പിന്നെ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അടുത്ത തലമുറയിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. പിന്നെ പ്രസവ സമയത്ത് എന്തെങ്കിലും ഇമർജൻസി ആയിട്ട്, അതായത് കുട്ടികൾക്ക്, ചില കുട്ടികളൊക്കെ എന്താ പറയുന്നത്, ഇത് ഫീറ്റൽ ഡിസ്ട്രസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അങ്ങനെയൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്ന കുട്ടികളിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ പ്രീമച്യൂർ ബേബീസ്, അതായത് നമ്മൾ എന്താ നേരത്തെ ഉണ്ടാകുന്ന കുട്ടികളെ, അപ്പം നമ്മൾ ഈ 9 മാസം അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴാണല്ലോ നമ്മുടെ ബ്രെയിനും എല്ലാം ഡെവലപ്പായി അത് പൂർണ്ണ ഒരു വളർച്ച എത്തിയിട്ടാണല്ലോ നമ്മൾ പുറത്തോട്ട് വരുന്നത്. പക്ഷേ ചില കുട്ടികൾ നേരത്തെ ഉണ്ടാകുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പം അവരിൽ, എല്ലാവരിലും ഒന്നുമല്ല, പക്ഷെ ചിലരിൽ അത് ആ ബ്രെയിനിൻ്റെ വളർച്ച പൂർണ്ണമായിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ഞാൻ പിന്നെ ലക്ഷണങ്ങൾ പറഞ്ഞു. കുട്ടികളിൽ കാണുന്ന ലക്ഷണങ്ങൾ അത് ശ്രദ്ധയില്ലായ്മ. ഇവർ സ്കൂളിൽ എന്താ പറയുന്നത്, സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുകയില്ല. ഇവർ എപ്പോഴും ഇങ്ങനെ പിരിപിരിപ്പായിട്ട് ഇങ്ങനെ ഇവർ ഓടി നടക്കും. പിന്നെ ഇവർ കൊണ്ടുപോകുന്ന ഈ ബുക്സ്, പിന്നെ പെൻസിൽ, റബ്ബർ, പേന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ നഷ്ടപ്പെടുത്തിയിട്ട് വരിക കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ ഹോംവർക്കുകളിലൊക്കെ പുറകോട്ടാവുക. പിന്നെ എന്താ പറയുന്നത്, ഈ പെട്ടെന്ന് ഉള്ള ഒരു എന്താ പറയുന്നത് കേൾക്കത്തില്ല, പെട്ടെന്ന് എടുത്ത് ചാടിയുള്ള ഓരോ പ്രവൃത്തികൾ, എപ്പോഴും ഭയങ്കരമായിട്ട് സംസാരിക്കുക, ഇതൊക്കെയാണ് കുട്ടികളിലുള്ള ലക്ഷണങ്ങൾ. മുതിർന്നവരിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ബോറടിക്കും, അല്ലെങ്കിൽ അവർക്കും ഒരു ഫോക്കസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. പിന്നെ അവരുടെ ജോലിയിലും അല്ലെങ്കിൽ മീറ്റിങ്ങിലും ഒക്കെ ഇവർ ഇച്ചിരി പുറകോട്ട് വരും, കാരണം ഇവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വന്നിട്ട്. പിന്നെ എന്താ ഇവരിലുണ്ട് ചില സംസാരം കുറച്ച് കൂടുതലുള്ള ആൾക്കാരും ഉണ്ട്. ഇതാണ് മുതിർന്നവരിലുള്ളത്. ഇതിന് 3 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞത് ഇൻഅറ്റൻറ്റീവ് ടൈപ്പ്, അതായത് ശ്രദ്ധയില്ലായ്മ, ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ശ്രദ്ധിക്കാതെ, ക്ലാസ്സുകളിലൊക്കെ ശ്രദ്ധിക്കാതെ വരുമ്പോഴത്തേക്കിനും അവർ കുട്ടികൾ ഹോംവർക്കിലും കാര്യങ്ങളിലൊക്കെ പുറകോട്ടാകുക, പിന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരിക, പിന്നെ ഭയങ്കരമായിട്ടൊരു സംസാരം, ഇതാണ് ഇൻഅറ്റൻറ്റീവ് ടൈപ്പ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഇത് പിരിപിരിപ്പായിട്ട് ഇങ്ങനെ നടക്കുക, പിരിപിരിപ്പ്, ഒരിടത്ത് അവർക്ക് ഇരിക്കാൻ പറ്റുകയില്ല. പിന്നെ പെട്ടെന്ന് നമ്മൾ എന്താ പറയുന്നത്, പെട്ടെന്നുള്ള റിയാക്ഷൻസ്, കുട്ടികൾക്കത് പെട്ടെന്ന് അങ്ങോട്ട് റിയാക്ട് ചെയ്യും. പിന്നെ അവർക്ക് ഒരിക്കലും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുകയില്ല. നമ്മൾ ഈ ക്യൂവിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ പോകുമല്ലോ, അപ്പം അങ്ങനെയൊന്നും അവർക്കത് വെയിറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റത്തില്ല. അവർക്ക് ടൈം മാനേജ്മെൻറ്റും അങ്ങനെയില്ല. അത് രണ്ടാമത്തെ ടൈപ്പ്. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂടിയ ഒരു ടൈപ്പാണ്. മൂന്നാമത്തെ കമ്പൈൻഡ് ആണ്. അപ്പം ഞാൻ കണ്ടിട്ടുള്ള കുട്ടികളൊക്കെ ഇത് രണ്ടും കൂടെയുള്ള കമ്പൈൻഡ് ടൈപ്പാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടൈപ്പ്. ഞാൻ ലക്ഷണങ്ങളും പറഞ്ഞു, ടൈപ്സും പറഞ്ഞു. പിന്നെ നമ്മളിത് എങ്ങനെയാണ് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റ് ഇത് ADHD ആണെന്ന് കൺക്ലൂഷനിലെത്തുന്നത് എങ്ങനെയാണ്?
ഇപ്പോൾ നമ്മൾ ചില കുട്ടികളൊക്കെ വീട്ടിൽ ഭയങ്കര കുസൃതിയായിരിക്കും, പക്ഷെ അവർ പുറത്ത് പോകുമ്പോൾ അവർ ക്വയറ്റായിരിക്കും. സ്കൂളിലാണെന്നുണ്ടെങ്കിലും ക്വയറ്റ്, അല്ലെങ്കിൽ നമ്മൾ സോഷ്യലൈസിങ്, അതായത് വല്ല ചർച്ചിലോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാംസിനോ അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ അവർ ക്വയറ്റായിരിക്കും. അങ്ങനെ ആ കുട്ടികൾ ഈ ഗണത്തിൽ പെടില്ല. പക്ഷെ അതേസമയം വീട്ടിലും ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുന്ന ഒരു പിരിവിരിപ്പും കാര്യങ്ങളും, ഓടി നടക്കുക, പറഞ്ഞാൽ കേൾക്കത്തില്ല, ഭയങ്കരമായിട്ട് വർത്തമാനം. അവർ സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അത് തന്നെയാണ്, പുറത്ത് എവിടെ പോയി കഴിഞ്ഞാലും അത് തന്നെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡോക്ടറോട് സംസാരിക്കേണ്ട കാര്യമാണ്. എന്നിരുന്നാൽ തന്നെ ഇത് ഒരു കാര്യമായിട്ട് ഡോക്ടർമാരാരും ഇതിനൊരു കൺക്ലൂഷനിലെത്തത്തില്ല. ഒരു 6 മന്ത്സ് എങ്കിലും ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കുട്ടികളിൽ നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ഇതാണെന്ന് പറയുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പം പുറത്തുള്ളവരുടെ, നമ്മുടെ മാതാപിതാക്കളുടെ ഒരു ഒബ്സർവേഷന്, അതുപോലെ തന്നെ ടീച്ചർമാരുടെ റിപ്പോർട്ട്, പുറത്ത് കുട്ടികൾ അതല്ലാതെ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസോ അങ്ങനെ എന്തെങ്കിലും, അതിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ റിപ്പോർട്ട് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഡോക്ടർമാർ ഒരു ക്ലിനിക്കൽ ഡിസിഷനിൽ എത്തുന്നത്. അപ്പം അതിന് ഞാൻ പറഞ്ഞ അതിന് ടൈമുണ്ട്. പിന്നെ ഇത് നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ വരുന്നത് ഒരു മാതാപിതാക്കളുടെ കുട്ടികളുടെ കുഴപ്പമല്ല. ഇത് ആ ഒരു ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേരൻസിനും ഈ കുട്ടികൾക്കും സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ എന്താ പറയുക, ADHD ഉള്ള കുട്ടികൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കും. അവർ ഭയങ്കര ആക്റ്റീവായിരിക്കും, ഇൻ്റലിജൻ്റ് ആയിരിക്കും. അവർക്ക് ഒരുപാട് കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കഴിവുകൾ ശരിയായ രീതിയിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും, അവർക്ക് ഇങ്ങനെയൊരു അവസ്ഥയുള്ളത് കൊണ്ട്. അപ്പോൾ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടീനെ ഡോക്ടറെ കൊണ്ട് കാണിക്കുക. ഡോക്ടറെ കൊണ്ട് കാണിച്ചു കഴിയുമ്പം അവർ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യും. ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുട്ടികൾക്ക് എന്തെങ്കിലും തൈറോയിഡ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. പിന്നെ ഈ വിറ്റമിൻ B12 ഡെഫിഷ്യൻസി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. പിന്നെ അതൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ആ കുട്ടികൾ ഭയങ്കര റെസ്റ്റ്ലെസ്സും കാര്യങ്ങളും, പിന്നെ അനീമിയ ഉള്ളവർ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡിനോയിഡ് ഉള്ളവർ, നമ്മുടെ ത്രോട്ടിൻ്റെ പുറകിലൊരു ഗ്ലാൻഡ് ഉണ്ട്, അഡിനോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചില കുട്ടികൾക്ക് എന്താ പറയുക, അലർജിയും കാര്യങ്ങളൊക്കെ കൊണ്ട് അഡിനോയിഡ് ഇച്ചിരി വലുതായി വരും, ഇൻഫ്ലെയിംഡ് ആയി വരും. അപ്പം അങ്ങനെ ഇൻഫ്ലെയിംഡ് ആയി വന്നു കഴിയുമ്പോഴത്തേക്കിനും അത് വലുതാകുമ്പോൾ നമ്മുടെ എയർവേ, നമുക്ക് ശ്വാസത്തിന് ഒരു ബുദ്ധിമുട്ട് വരും. ആ ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് രാത്രിയിൽ മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാതെയൊക്കെ വരും, അവർ റെസ്റ്റ്ലെസ് ആകും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ അത് നോക്കിയിട്ട് അതങ്ങനെ വരും. പിന്നെ അങ്ങനെ അതിനുള്ള കറക്റ്റായി ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഇപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ വൈകിട്ട് കിടക്കുന്ന, ഒത്തിരി അത് ഭയങ്കരമായിട്ട് വലുതായി ഇരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശ്വാസം മുട്ടുമ്പോഴത്തേന് അവർ പെട്ടെന്ന് എഴുന്നേക്കുന്നത്. അപ്പോൾ 1-2 സെക്കൻഡ്സിലേക്കൊക്കെ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ആ ഒരു ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് കുട്ടികളുടെ. അന്നേരം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും ഈ ഒരു ചെറിയൊരു അവസ്ഥയിലേക്ക് വരാം. പക്ഷെ അത് ഡോക്ടറെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അവരത് കറക്റ്റായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും കുട്ടികളത് ഓക്കെ ആയിക്കോളും. പിന്നെ ഇതിന് മരുന്ന് ഉണ്ട്, പക്ഷെ അതെല്ലാവർക്കും മരുന്നിൻ്റെ ആവശ്യമില്ല. ഈ രാത്രിയിലൊക്കെ ഉറങ്ങാൻ ബുദ്ധിമുട്ടൊക്കെയുള്ള പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവർക്കാണെങ്കിൽ മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു സൊല്യൂഷൻ ഇവിടെ സാധാരണയായിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒന്നുമില്ല കേട്ടോ, ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഇത് നമ്മൾക്ക് മെഡിസിൻ എടുത്തിട്ട് മാറ്റേണ്ട ഒരു രോഗമല്ല, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത് അണ്ടർലൈൻ കണ്ടീഷൻസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ ഡോക്ടർമാർ ചെയ്യും. പിന്നെ ഇതെന്ന് വെച്ച് നമ്മൾ എന്താ പറയുന്നത്, എനിക്ക് 1-2 ഡോക്ടർമാരെയൊക്കെ അറിയാം ഇവിടെ, കാരണം അവരൊക്കെ ADHD ഉള്ളവരൊക്കെ. പക്ഷേ അവർ എന്താ പറയുന്നത്, സാധാരണ നമ്മൾ ഈ കറക്റ്റായിട്ടുള്ള ഉള്ള തെറാപ്പിയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു സാധാരണ ജീവിതം നയിക്കാനായിട്ട് അവർ നല്ല ഉയരങ്ങളിൽ എത്തുന്ന ഒരു എന്താ പറയുന്ന ഒരു കുട്ടികളാണ് അവർ. പിന്നെ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് CBT, അതായത് കോഗ്നിറ്റീവ് തെറാപ്പി ഉണ്ട്.
കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. പിന്നെ അത് കുട്ടികൾക്ക്, അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ഉണ്ട്. മാതാപിതാക്കൾക്ക് അതുപോലെ തന്നെ കൗൺസിലിങ്ങും. കാരണം നമ്മളിങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ഒരു ടെൻഷൻ അല്ലേ, അന്നേരപ്പോഴത്തേക്കിനും അവർ വേണ്ട കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അന്നേരം അതുകൊണ്ട് അവർക്കൊരു എങ്ങനെയൊക്കെയാണ് അവരോട് എന്താ പറയുന്നത്, അവരുടെ ആ ഒരു നോർമൽ ഒരു പാറ്റേണിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ള ഒരു ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, ഇപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇത് നിങ്ങൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് തെറാപ്പിയുടെ ഭാഗമാണ് ഇത്, ഒരു ടാസ്ക് കൊടുക്കുക കുട്ടികൾക്ക്. ഒരു 5 മിനിറ്റ്സ് അവർക്കൊരു ടാസ്ക് കൊടുക്കുക. അവർക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം അങ്ങനെ അവർക്കത് 5 മിനിറ്റ്സ് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് 10 മിനിറ്റ് ആക്കി കൂട്ടുക. പിന്നെ അത് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്, 20, 25 മിനിറ്റ് വരെ നിങ്ങൾക്കത് കൂട്ടിപ്പോകാം. കാരണം ആ കുട്ടികളുടെ ആ ഒരു ടൈം, അവർക്കൊരു ടൈം എന്താ പറയുന്നത്, കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ അവർക്കൊരു ഫോക്കസ് ചെയ്യാനായിട്ട്. അവരുടെ ആ ഫോക്കസ് മെൻറ്റാലിറ്റി അവർക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇത് തെറാപ്പിയുടെ ഒരു ഭാഗമാണ്. പിന്നെ ടു ഡു ലിസ്റ്റ് നിങ്ങൾക്ക് അവരോട് പറയാം. പിറ്റേ ദിവസം അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കാൻ പറയാം. എഴുതി വെച്ചിട്ട് അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അത് ക്രോസ് ഔട്ട് ചെയ്യുക. കാരണം ഇവർക്ക് ഓർത്തെടുക്കാനായിട്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാനിവിടെ കണ്ടിട്ടുണ്ട് ചില പേരൻസ് കുട്ടികളുടെ കയ്യിൽ പല കളറിലുള്ള ബാൻഡ് കിട്ടുന്നത്. അപ്പോൾ അതങ്ങനെ ഓരോ ബാൻഡും ഓരോ ടാസ്ക് ആയിരിക്കും. അപ്പം ആ ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ബാൻഡ് അത് ഊരി മാറ്റും. അപ്പോൾ അത് കുട്ടികൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട്, ഞാൻ പേരൻസിനോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ബാൻഡ് കാണുമ്പോഴത്തേന്, കയ്യിൽ കാണുമ്പോഴത്തേക്കിന്. അതൊരു മെത്തേഡാണ്. പിന്നെ നിങ്ങൾ ഇവർക്ക് ടൈമർ വെക്കുക, ടൈമർ വെച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഫാക്ട്സ്, അതായത് എന്ത് കാര്യങ്ങളാണ് കുട്ടി ആ ദിവസം ചെയ്തത് അത് അവരോട് എഴുതി ഒരു പേപ്പറിൽ എഴുതാൻ പറയുക. അപ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ, അത് ഫാക്ട്സ്, അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ തെറാപ്പിയിൽ. അപ്പോൾ അത് നമുക്ക് പേരൻസ് തന്നെ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അവരോട് അത് എഴുതുക. എന്നിട്ട് അവരോട് ചോദിക്കുക, അവരോട് അത് പിന്നെ എഴുതാൻ പറയുക, ഇത് നീ ചെയ്തപ്പോൾ നിൻ്റെ ഫീലിങ്സ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് നിനക്കിത് ഫീൽ ചെയ്തത്. അന്നേരം അങ്ങനെയൊക്കെ എഴുതി കഴിയുമ്പോഴത്തേന് കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒക്കെ മനസ്സിലാകാനും ഒക്കെ തുടങ്ങും. അപ്പോൾ ഇതെല്ലാം തെറാപ്പിയുടെ ഭാഗമാണ്. ഇത് നമ്മുടെ എന്താ പറയുക, ഡോക്ടറിൻ്റെ നിർദ്ദേശാനുസരണം അവരത് പറയുമല്ല, അങ്ങനെ ചെയ്യണം. പിന്നെ ഇവരുടെ ഫുഡും ഇത്തിരി പ്രധാനമാണ്. കാരണം ഇവർ എന്താ പറയുന്നത്, ഈ ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് ഇവർക്ക് കഴിക്കുന്ന ഫുഡിനകത്ത് കാലറി ഒക്കെ വ്യത്യാസമുണ്ട്. അതൊരു ഡയറ്റീഷ്യൻ്റെ, ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് മാത്രം നിങ്ങളത് കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊരു പ്രത്യേകമായിട്ടൊരു മരുന്നില്ല. പക്ഷേ ഈ തെറാപ്പിയിലൂടെയാണ് നമ്മൾ കുട്ടികളെ ഒരു സാധാരണ നിലയിലേക്ക്, അവരുടെ ആ പിരിപിരിപ്പും അവരുടെ ആ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും എല്ലാം മാറ്റി നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കറക്റ്റായ രീതിയിൽ ഈ കുട്ടിക്ക് നമ്മുടെ സപ്പോർട്ട്, സമൂഹത്തിൻ്റെ സപ്പോർട്ടും നമ്മുടെ പേരൻസിൻ്റെ സപ്പോർട്ടും, അതായത് ഒരു മെഡിക്കൽ സപ്പോർട്ടും ഈ തെറാപ്പിയും കാര്യങ്ങളും എല്ലാം കമ്പൈൻഡ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അബ്സല്യൂട്ട്ലി അവർ നല്ല ഒരു ഹൈ ലെവലിൽ എത്തുന്ന കുട്ടികളാണ്. കാരണം ദൈവം അവരെ ഒരുപാട് കഴിവുള്ള കുട്ടികളായിട്ടാണ് അവരെ അയച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ അവരെ ആ ഒരു ലെവലിൽ നമ്മൾ എത്തിക്കണം. അതാണ് നമ്മുടെ ഒരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് കുട്ടികളെ പറ്റി ഒരു വിഷമം ഉണ്ടെങ്കിൽ നിങ്ങളത് വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ കുട്ടികൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടികളാണ്. കാരണം അവരെ അധിക കഴിവുകൾ നൽകിയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചേക്കുന്നത്. അത് നമ്മളൊന്നും വാർത്തെടുക്കുക, അത്രയേ ഉള്ളൂ. അതിനകത്ത് വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഒരു പേരൻസും. പിന്നെ ഇത്രയും നേരം എന്നെ കേട്ടതിന് നിങ്ങൾക്ക് നന്ദി. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടാവുന്നതാണ്. അറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.